ഹായ് നമസ്കാരം. കറുപ്പ് കറുപ്പൊന്നും ഇറങ്ങിയില്ല. വൈകുന്നേരം ഇറങ്ങുന്നു പ്രതീക്ഷിക്കുന്നു. ഇറങ്ങട്ടെ. കറുപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ സൂര്യ 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 സൂര്യയുടെ കാര്യം ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മഹാ കഷ്ടമാണ്. ആസ് ആൻ ആക്ടർ, സീരിയസ്ലി മാൻ. ഇത് ഞാൻ പുള്ളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ ഫാൻ നമുക്ക് തോന്നിയ ഒരു വിഷമം, അത് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നാളായി മര്യാദയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിട്ട്, മര്യാദയ്ക്ക് ഒരു ഹിറ്റ് കിട്ടിയിട്ട് എത്ര നാളായി. പെട്ടെന്ന് മൈൻഡില് വരുന്നത് ഈ അടുത്ത കാലത്ത് വന്നതില് വിക്രം, അതില് റോളക്സ്, അതൊരു ഗംഭീര ക്യാരക്ടറായിരുന്നു, പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷെ സൂര്യയുടേതായിട്ടുള്ള ഒരു പടം വന്നിട്ട് ഒരു ഹിറ്റ് കിട്ടിയിട്ട് എത്രയായി. സൂര്യ പോട്ടർ, ജയ് ഭീം, നല്ല ഗംഭീര കിട്ടില്ല സിനിമകളായിരുന്നു, നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒ ടി ടി ആയിപ്പോയി. ഒ ടി ടിനെ വില കുറച്ച് കാണുന്നൊന്നുമല്ല, പക്ഷെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് വലിയൊരു സക്സസ് ആകുക എന്ന് പറയുന്നത് അത് വേറൊരു സെലിബ്രേഷനാ. ആ ഒരു രീതിയിലുള്ള പരിപാടി നമുക്ക് കിട്ടിയിട്ട് എത്ര നാളായി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. സീരിയസ്ലി ഒരുപാടായി, ഒരുപാടായി. നിങ്ങൾ ആ വിക്കിപീഡിയ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഫാൻസിനെ അറിയാം, ഒന്ന് ആലോചിച്ച് നോക്ക്. മൂപ്പരുടെ ഫിലിമോഗ്രഫി ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതാ ഉള്ളേ, അടുത്ത ഏതാ ഉള്ളേ. ഒരു എതിർക്കും തുരന്തം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നു. അത് പക്ഷെ അത്ര വലിയൊരു സിനിമ ആയോ, അല്ലെങ്കിൽ വലിയൊരു സക്സസ് ആയോ? അത് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. പിന്നെ വന്നു കങ്കൂവ, ഭയങ്കര ഹൈപ്പിൽ വന്ന സിനിമയാണ്. ശിവ കൊണ്ടുപോയി പറ്റിച്ചു. പറ്റിച്ചതൊന്നും പറയുന്നില്ല, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് ദേഷ്യമല്ല തോന്നിയത്. ദേഷ്യം തോന്നി, ദേഷ്യവും വിഷമവും ഒരുമിച്ചിട്ടാണ് തോന്നിയത്. കാര്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നടനെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക ഗംഗോയില് പൊട്ടിപ്പാളീസായി എന്ന് മാത്രമല്ല, ആൾക്കാർ ട്രോളി കിടന്നിട്ട് സിനിമയത്തെ സീനും അല്ലെങ്കിൽ സൂര്യ പറഞ്ഞ ഡയലോഗും വാ പൊളന്ത വാക്കപ്പോറ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വെച്ച് ട്രോളിക്കൊന്ന് ഫാൻസ് വരെ കണ്ടു സഹിക്കാൻ വേണ്ടി പറ്റാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കങ്കൂവേര് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, നടന്നൊരു കാര്യമാണ്, ഉള്ള കാര്യമാണ് പറയുന്നത്. അത് സൂര്യോടുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല, മൂപ്പരെ ഇങ്ങനെ കാണാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ. പിന്നൊരു പടം വന്നു റെട്രോ, അതും ഹൈപ്പിൽ വന്നതാ. അത് ജെനുവിൻലി ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാർത്തിക് സൂരാജ് പടം, നമുക്ക് അയാളുടെ റേഞ്ച് അറിയാം. അപ്പൊ അങ്ങേരുടെ കൂടെ സൂര്യ വരുന്ന സമയത്ത് അതൊരു ഗംഭീര കമ്പാക്ക് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ 100% ഉണ്ടായിരുന്നു. പക്ഷെ അതും വീണു. കുറെ ഫാൻസ്, ഞാനും ഫാൻ തന്നെ, പക്ഷെ നമ്മൾ ഉള്ളത് പറയണ്ടേ. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പടം. പക്ഷെ എന്നാലും ഓവറോൾ നോക്കുന്ന സമയത്ത് അതൊരു കമ്പാക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം റെട്രോ ഒന്നും ഒരു കമ്പാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അതും വീണു. ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ സൂര്യ എന്ന് പറയുന്ന നടൻ, അങ്ങേക്ക് ഒരു റേഞ്ച് ഉണ്ട്, അങ്ങേരുടെ കപ്പാസിറ്റി അറിയാം, അയാളുടെ പൊട്ടൻഷ്യൽ അറിയാം, അയാൾ എന്തൊക്കെ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഞാൻ തന്നെ പുള്ളിയുടെ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചു പേരുണ്ട്. എന്റെ സ്കൂൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവിടെ മെമ്മറീസ് ഉണ്ട്. പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് സ്കൂളിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം അന്ത അളവുക്ക് നമ്മൾ ഫണ്ണായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് മൂപ്പരുടെ സിനിമകൾ. മൂപ്പരുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ മൂപ്പരെ നോക്കിക്കാണായിരുന്നു. എത്ര എത്ര പടങ്ങള്, ഏ വാരണമായിരം, ഗജിനി, ഏ അയൻ, 24, മാട്രാൻ, നന്ദ, കുറെ സാധനങ്ങളുണ്ട് പറയാനാണെങ്കിൽ, കുറെ സാധനങ്ങൾ. അപ്പൊ ഈ പടങ്ങൾ എടുത്തു നോക്ക്. ഈ പടങ്ങളിലെ സൂര്യ എന്തായിരുന്നു, ക്യാരക്ടർ എന്തായിരുന്നു, അതെങ്ങനെ മൂപ്പര് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ, ആ ഒരു റേഞ്ചുള്ള നടനാ, ഒരു പൊട്ടൻഷ്യൽ ഉള്ള നടനാ. കുറെ ഉണ്ട് ഇത് പറയാനാണെങ്കിൽ. വീഡിയോയിലത്ത് ഇരുന്ന് പറയാം ഓരോ സിനിമകളെ കുറിച്ചിട്ടും ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചും മൂപ്പര് ചെയ്ത സംഗതികളെ കുറിച്ചിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്ത സാധനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഇരുന്ന് പറയാം. അതല്ലല്ലോ ഉദ്ദേശം. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് സിനിമകൾ ഏതൊക്കെയാന്നുള്ളത് മൈൻഡിൽ വന്നിട്ടുണ്ടാവുമല്ലോ. റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അങ്ങനെ, അതല്ലാതെ ക്യാരക്ടർ സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ, വ്യത്യസ്തമായ സാധനങ്ങൾക്ക് അങ്ങനെ, എല്ലാത്തിലും മൂപ്പരുടെ റേഞ്ച് തെളിയിച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ കപ്പാസിറ്റിയില് അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിലിമോഗ്രഫിയിൽ നിന്നുകൊണ്ടിരുന്ന സൂര്യ എന്ന് പറയുന്ന നടന് ഒരു കംബാക്ക് കിട്ടാത്ത ഒരു സാഹചര്യം എന്ന് പറയുമ്പോ പുള്ളിയെ ഫാൻസ് എന്ന് മാത്രമല്ല പറയുന്നത്, പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വിഷമാണ്. മൂപ്പര് ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ്, ഡിസേർവ് ചെയ്യുന്ന ഒരു കംബാക്ക് വേണ്ടേ? ഇപ്പൊ റെട്രോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ കുറെ ആൾക്കാർ വന്നിട്ട് അത് നല്ല പടമാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ ജെനുവിൻലി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കംബാക്ക് ആണ് ആഗ്രഹിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിക്സഡ് റെസ്പോൺസ് എന്നുള്ള ലെവലിലാണോ നമ്മൾ ആഗ്രഹിക്കുക? അല്ല, നമുക്ക് നല്ലൊരു കംബാക്ക് ഓവറോൾ ആൾക്കാർ ഗംഭീരമായിട്ടോ സൂര്യ ഇസ് ബാക്ക് എന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്ന രീതിയിലൊരു പടമായിരിക്കണേ വരേണ്ടത്. അപ്പൊ അന്തളവുക്ക് ഇരിക്കണ ഒരു പടം വന്നിട്ട് നാളെ എത്രയായി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വിഷമിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് മുമ്പ് ചെയ്തു വെച്ച സിനിമകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറെ കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൂര്യനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അതാണ് സൂര്യ. സൂര്യ ആ പേരിന്റെ ഗത്ത് എന്ന് പറയുന്നത് തന്നെ മൂപ്പര് മുമ്പ് ചെയ്തു വെച്ചോണ്ടിരുന്ന സാധനങ്ങളുണ്ട്. ആളുകൾ പോയി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള സമയങ്ങളുണ്ട്. അഞ്ചാനൊക്കെ പൊട്ടി. പക്ഷെ അഞ്ചാൻ സമയത്തൊക്കെ നമ്മൾ കയറിപ്പോയ പോക്ക് നമുക്ക് ഓർമ്മയുണ്ട്. സിംഗം ഒരു മഴക്കാലത്താ, സിംഗം ടു ആണോ 3 ആണോ ഓർമ്മയില്ല. ഒരു മഴക്കാലത്താണ് ഓടിച്ചാടി കേറി കണ്ടത്. മഴയത്ത് തലേ ദിവസം മറ്റേ എന്തോ ട്രെയിലറോ എന്തോ പരിപാടി ഇട്ട സമയത്ത് ഇത് കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കാണാനായിട്ട് മഴയത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ മഴയത്ത് ഞാനും എന്റെ കൂട്ടുകാരും കൂടിയിട്ട് ഒരു മൂലയ്ക്ക് പെട്ടുപോയി. ബൈക്കിലായിരുന്നു. അതേപോലെ ഏഴാം അറിവിന്റെ സമയത്തൊക്കെ എന്ത് വൈബായിരുന്നു. ഏഴാം അറിവ് ഓൾറെഡി നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഏഴാം അറിവ് കണ്ടിട്ട് 2ാം തവണ നമ്മൾ കാണാൻ വേണ്ടി പോയി. അന്ന് ലാത്തിക്ക് അടിയും കിട്ടി. നമ്മൾ 1ാം തവണ കണ്ടു, 2ാം തവണ നമ്മൾ കാണാൻ വേണ്ടി പോയപ്പോ മതില് ചാടിയിട്ടൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. മതില് ചാടി കൂടെയുള്ള കൂട്ടുകാരന്റെ കൈ പൊട്ടി. ആ സമയത്തൊരു രസം ഞാൻ പറയുക, മനസ്സിലായി. ഇപ്പം നമ്മളത് ചെയ്യില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു വികാരം, സൂര്യ എന്ന് പറയുന്ന നടനോട് ഉണ്ടായിരുന്ന ഒരു വികാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പല പടങ്ങളെ കുറിച്ചിട്ടും പല എക്സ്പീരിയൻസും പറയാനുണ്ട്. വേലായുധത്തിന്റെ ഒപ്പനാണ് ഏഴാം അറിവ് ഇറങ്ങിയത്. അതിനും അന്ന് ഫുള്ളായിരുന്നു, വേലായുധത്തിനും അന്ന് ഫുള്ളായിരുന്നു ആ കാലം. പക്ഷെ ഇപ്പോ അന്തക്കാലത്ത് സൂര്യപടങ്ങള് സെലിബ്രേറ്റ് ചെയ്ത പോലെ ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടാവും. ആളുകള് അഭിപ്രായം വരട്ടെ, ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് പോവാ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരെ എത്തി. പക്ഷെ മുമ്പ് അതായിരുന്നില്ല സ്ഥിതി. അന്ന് ആൾക്കാർക്ക് ഒരു ആവേശം ഉണ്ടായിരുന്നു, പോയി കാണുമായിരുന്നു. മൂപ്പരുടെ പടം സൂര്യയുടെ പടമല്ലേ എന്നായിരുന്നു. എന്റെ ഏട്ടൻ വിജയ് ഫാനാ. പക്ഷെ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, സൂര്യയുടെ പടം ഇറങ്ങുന്ന സമയത്ത് അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ സൂര്യയുടെ പടമാണ് എന്നുള്ളൊരു സംഗതി ആശ്വസിച്ചിട്ട് പുള്ളിയെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പോവാ എന്ന്. കാരണം എന്താ, അറ്റ്ലീസ്റ്റ് മൂപ്പരുടെ ക്യാരക്ടേഴ്സ് നൈസായിരിക്കും, മൂപ്പരത് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, മൂപ്പരെ കണ്ടിരിക്കാൻ നല്ല രസ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ നോക്കൂ, എന്താണ് സ്ഥിതി. ഇത് വിഷമാണ് പറയണത്, മൂപ്പരെ കുറ്റപ്പെടുത്തുന്നല്ല ഇത്, അങ്ങനെ വിചാരിക്കരുത്. നമ്മളൊരു ആക്ടറെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആക്ടർ എന്നുള്ളത് വിട്, അല്ലെങ്കിൽ അതൊക്കെ വിട്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ പോലും നമുക്ക് അവന്റെ കപ്പാസിറ്റി പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ ചെയ്യുന്ന പരിപാടികളൊക്കെ താഴേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നി നമ്മൾ അവരോട് പറയില്ലേ, അളിയാ അവര് നമ്മൾ പുഷ് ചെയ്യാൻ നോക്കും. ഇവിടെ സൂര്യ പുഷ് ചെയ്യാൻ നോക്കുന്നൊന്നുമല്ല, നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. മൂപ്പർക്ക് തന്നെ അതിന് പണി അറിയാം. പക്ഷെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോക്ക് എന്ന് പറയുമ്പോൾ കറുപ്പ് നല്ലൊരു കംബാക്ക് ആഗ്രഹിച്ച ഒരു പടമാണ്. പക്ഷെ എവിടെ, ഞാൻ ഫാൻ ഷോനൊന്നുമല്ല ബുക്ക് ചെയ്ത്, 11 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷെ രാവിലത്തെ ഷോ ക്യാൻസലായി, 11 മണിത്തെ ഷോ ക്യാൻസലായി, 2 മണിത്തെ ഷോ ക്യാൻസലായി. എന്റെ തിയേറ്റർ എന്റെ വീടിന്റെ അടുത്ത്. സാധാരണ ഞാൻ ബുക്ക് മൈ ഷോയിലാണ് എല്ലാം ബുക്ക് ചെയ്യാറുള്ളത്. പക്ഷെ കറുപ്പ് നേരിട്ട് പോയിട്ടാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ സംഗതി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് ഞാൻ പോയി
എന്താണ് റീഫണ്ട് മേടിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഗതികേടേ, മര്യാദയ്ക്ക് ഒരു പടമില്ല. ഇറങ്ങുന്ന എന്താണ് കാത്തിരുന്ന പടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാൻസലേഷൻ വരിക, അതും തലേ ദിവസം ഒന്നും അല്ല മൂഞ്ചി പോണത്. ഇറങ്ങ ഇറങ്ങണ ദിവസം രാവിലെ തന്നെ മൂഞ്ചി, റിലീസ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയായി. അപ്പൊ ആ ഗതികേടാണ്. ഞാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, സാമ്പത്തികമായിട്ടൊക്കെ സൂര്യ ഭദ്രതയിൽ തന്നെ ഇരിക്കുന്നു, സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫിനാൻഷ്യലി ഹീസ് റിച്ച്. പക്ഷെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഉള്ള സക്സസിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കണം. ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ മൂപ്പരേനെ നോക്കി കാണുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മൂപ്പരുടെ പഴയ ഫിൽമോഗ്രഫിയും ഇപ്പോഴത്തെ കയറി വരാനുള്ള ആ ബുദ്ധിമുട്ടും എല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്തുള്ള ഒരു 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 കാര്യം. എന്നാലും കറുപ്പ് വരട്ടെ, എല്ലാം പ്രശ്നങ്ങളും താണ്ടിയിട്ട്. ഇന്ന് തന്നെ വരുന്നു പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരം 6 മണിത്തെ ഷോ. എപ്പോ വന്നാലും പോയി കാണും. അത് വിട്ടാ മതിയായിരുന്നു എല്ലാ ആളുകൾക്കും. അത് കംബാക്ക് ആവും എന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രതീക്ഷ എന്ന് പറയുന്നില്ല, ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ബൈ.